പൊന്നിയിൻ സെൽവൻ അധ്യായം 19 രണഭൂമിയിലെ വനിക. പഴയ തമിഴകത്തിൽ യുദ്ധക്കളത്തിൽ വീരചരമം പ്രാപിക്കുന്ന യോദ്ധാക്കളുടെ ഓർമ്മയ്ക്കായി വീരക്കല്ലുകൾ നാട്ടി ക്ഷേത്രങ്ങൾ പണിയുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഓർമ്മയ്ക്കായി ഒരു കല്ല് മാത്രം സ്ഥാപിച്ചാൽ അതിനെ നടുങ്കൽ കോവിൽ എന്ന് വിളിച്ചുപോന്നു. എന്നാൽ ആ കല്ലിനൊപ്പം ഏതെങ്കിലും ദേവതയുടെ വിഗ്രഹം കൂടി പ്രതിഷ്ഠിച്ച് ഒരു പൂർണ്ണമായ ഒരു ക്ഷേത്രമായി മാറ്റിയാൽ അതിന് പള്ളിപ്പടൈ എന്നായിരുന്നു പേര്. കുടന്തൈ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു കാതം വടക്കു പടിഞ്ഞാറായി മണ്ണിയാറിന്റെ വടക്കേക്കരയിൽ തിരുപ്പുറമ്പയം എന്ന ഗ്രാമത്തിനരികെ അത്തരമൊരു പള്ളിപ്പടൈ ക്ഷേത്രമുണ്ടായിരുന്നു. ആ മണ്ണിൽ നടന്ന ഒരു ഘോരയുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ഗംഗാരാജാവ് പൃഥ്വിപതിയുടെ സ്മരണയ്ക്കായി പണികഴിപ്പിച്ചതായിരുന്നു അത്. ലോകചരിത്രത്തിന്റെ താളുകൾ മറിച്ചുനോക്കിയാൽ വാട്ടർലൂ, പാനിപ്പത്ത്, പ്ലാസി പോലുള്ള ചില യുദ്ധങ്ങൾ ചരിത്രത്തിന്റെ ഗതിയെത്തന്നെ മാറ്റിമറിച്ചത് കാണാം. തമിഴകത്തെ സംബന്ധിച്ചിടത്തോളം തിരുപ്പുറമ്പയം യുദ്ധത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മുടെ കഥ നടക്കുന്നതിനും ഒരു നൂറ്റാണ്ട് മുൻപായിരുന്നു ആ യുദ്ധം. അതിന്റെ ചരിത്രം ഓരോ തമിഴ് മകനും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കരികാൽ വളവൻ, പെരുനർക്കിള്ളി, ഇളഞ്ചേട്ട് ചെന്നി, തുടിത്തോൾ ചെമ്പിയൻ തുടങ്ങിയ ചോളരാജാക്കന്മാർ പ്രൗഢിയോടെ നാടുവാണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷം ഏതാണ്ട് 500-600 വർഷക്കാലം ചോളവംശത്തിന്റെ കീർത്തിയെ ഒരു ദീർഘഗ്രഹണം ബാധിച്ചു. തെക്ക് പാണ്ഡ്യന്മാരും വടക്ക് പല്ലവന്മാരും ശക്തി പ്രാപിച്ച് ചോളന്മാരെ ഞെരുക്കാൻ തുടങ്ങി. ഒടുവിൽ പാണ്ഡ്യന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ചോളർക്ക് തങ്ങളുടെ തലമുറകളുടെ തലസ്ഥാനമായ ഉറയൂർ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ നാടുവിട്ടെ അവർ കുടന്തൈക്കടുത്തുള്ള പഴയാറൈ എന്ന നഗരത്തിൽ അഭയം തേടി. എങ്കിലും ഉറയൂർ തങ്ങളുടെ തലസ്ഥാനമാണെന്ന അവകാശമോ കോഴിവേന്തർ എന്ന സ്ഥാനപ്പേരോ അവർ ഉപേക്ഷിച്ചില്ല. പഴയാറയിലെ ചോളരാജാക്കന്മാരിൽ വിജയലായ ചോളൻ അതുല്യനായ ഒരു വീരനായിരുന്നു. എണ്ണമറ്റ യുദ്ധങ്ങളിൽ പടനയിച്ച അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 96 മുറിപ്പാടുകളുണ്ടായിരുന്നു. എൺകൊണ്ട 90 മേലുമിരുമൂന്നിരി പുൺകൊണ്ട വെറ്റിപ്പുരവലൻ എന്നും പുണ്ണൂര് തൻ തിരുമേനിയിൽ പൂണാകെ 96 സുമന്തോനും എന്നുമൊക്കെ പിൽക്കാല കവികൾ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടി. അദ്ദേഹത്തിന്റെ മകൻ ആദിത്യ ചോളൻ അച്ഛനോളം പോന്ന വീരനായി വളർന്നു. അവനും നിരവധി യുദ്ധങ്ങളിൽ പങ്കുകൊണ്ട് കീർത്തിയാർജിച്ചു. വാർദ്ധക്യമെത്തിയ വിജയലായ ചോളൻ മകനെ രാജാവായി വാഴിച്ച് വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. ആ കാലത്ത് പാണ്ഡ്യന്മാരും പല്ലവന്മാരും തമ്മിലുള്ള ശത്രുത മൂർച്ഛിച്ച് അടിക്കടി യുദ്ധങ്ങൾ നടന്നിരുന്നു. അക്കാലത്തെ പാണ്ഡ്യരാജാവിന്റെ പേര് വരുഗുണവർമ്മൻ എന്നായിരുന്നു. പല്ലവരാജാവിൻ്റേത് അപരാജിതവർമ്മൻ എന്നും. ഈ 2 മഹാരാജാക്കന്മാർ തമ്മിലുള്ള പോരാട്ടങ്ങൾ മിക്കതും നടന്നത് ചോളമണ്ണിലായിരുന്നു. 2 കൊലക്കൊമ്പന്മാർ ഏറ്റുമുട്ടുമ്പോൾ ഇടയിൽ പെട്ടുപോകുന്ന ഒരു പൂവൻ കോഴിയെപ്പോലെ ചോളനാട് നരകയാതനടവിച്ചു. ചോളമക്കൾ ദുരിതക്കയത്തിലായി. എന്നാൽ ഈ യുദ്ധങ്ങളെ വിജയലായ ചോളൻ തനിക്ക് അനുകൂലമാക്കി മാറ്റി. ഓരോ യുദ്ധത്തിലും തന്റെ ചെറിയ സൈന്യവുമായി ഏതെങ്കിലും ഒരു പക്ഷത്തെ ചേരന്തിയഴിക്കവും അദ്ദേഹമായിരുന്നു. വിജയവും പരാജയവും മാറി മാറി വന്നെങ്കിലും ചോളനാട്ടിലെ യോദ്ധാക്കളുടെ പോരാട്ടവീര്യം വർദ്ധിച്ചു വന്നു. കാവേരി നദിയിൽ നിന്ന് പിരിഞ്ഞ് നിരവധി കഴിവഴികൾ ചോളനാട്ടിനെ ഫലഭൂയിഷ്ടമാക്കുന്നുണ്ടെന്നെല്ലാവർക്കും അറിയാം. ആ കഴിവഴികളെല്ലാം കാവേരിയുടെ തെക്കുഭാഗത്തേക്കാണ് ഒഴുകുന്നത്. എന്നാൽ കൊള്ളിടത്തിൽ നിന്ന് പിരിഞ്ഞ് കാവേരിക്കും കൊള്ളിടത്തിനും ഇടയിൽ ഒഴുകുന്ന ഒരേയൊരു നദിയുണ്ട്. അതിന്റെ പേരാണ് മണ്ണിയാർ. ആ മണ്ണിയാറിന്റെ വടക്കേക്കരയിൽ തിരുപ്പുറമ്പയം ഗ്രാമത്തിനരികെ വെച്ചാണ് പാണ്ഡ്യന്മാരും പല്ലവന്മാരും തമ്മിലുള്ള അവസാനത്തെ ബലപരീക്ഷണം നടന്നത്. ഇരുപക്ഷത്തും സൈന്യബലം ഏകദേശം തുല്യമായിരുന്നു. പല്ലവനായ അപരാജിതവർമ്മനെ സഹായിക്കാൻ ഗംഗാരാജാവ് പൃഥ്വിപതിയും എത്തിയിരുന്നു. ആദ്യത്തെ ചോളനും അപരാജിതവർമ്മന്റെ പക്ഷത്താണ് ചേർന്നത്. ചോള സൈന്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ ചോളസൈന്യം വളരെ ചെറുതായിരുന്നു. എങ്കിലും ഇത്തവണ പാണ്ഡ്യൻ വിജയിച്ചാൽ ചോളവംശം എന്നേക്കുമായി നാമവശേഷമാകുമെന്ന് ആദിത്യന് അറിയുമായിരുന്നു. അതിനാൽ മഹാസമുദ്രത്തിലേക്ക് ഒഴുകിച്ചേരുന്ന കാവേരി നദിയെപ്പോലെ അവൻ തന്റെ ചെറിയ പടയെ പല്ലവരുടെ മഹാസൈന്യത്തോട് ചേർത്തുവെച്ചു. കാതങ്ങളോളം ദൂരത്തിൽ ആ യുദ്ധക്കളം പരന്നുകിടന്നു. രഥം, ഗജം, തുരകം, പതാതി എന്നീ 4 തരം പടകളും യുദ്ധത്തിൽ അണിനിരുന്നു. മലകൾ തമ്മിലിടിക്കുമ്പോൾ ആനകൾ പരസ്പരം കൊമ്പുകോർത്തപ്പോൾ ദിഗന്ധങ്ങൾ പ്രകമ്പനം കൊണ്ടു. കൊടുങ്കാറ്റുകൾ ഒന്നിക്കുന്നതുപോലെ കുതിരകൾ പരസ്പരം പാഞ്ഞു കയറിയപ്പോൾ കുതിരപ്പടയാളികളുടെ കൈയിലെ കുന്തമുനകൾ മിന്നൽ പിണരുകൾ പോലെ തിളങ്ങി. രഥങ്ങൾ കൂട്ടിയിടിച്ചു തവിടുപൊടിയായി 4 പാതും ചിതറിത്തെറിച്ചു. കാലാൽപ്പടയുടെ വാളുകൾ വാളുകളോടും വേലുകൾ വേലുകളോടും ഉരസിപ്പോൾ ഉയർന്നുവന്ന ഝങ്കാരധ്വനിയിൽ ദിക്കുകൾ നടുങ്ങി.
3 ദിവസം ഇടതടവില്ലാതെ യുദ്ധം തുടർന്നു. ഒടുവിൽ ആ യുദ്ധക്കളം ഒരു രക്തസാഗരം പോലെ കാണപ്പെട്ടു. ആ കടലിൽ ചത്ത ആനകളും കുതിരകളും തുരുത്തുകൾ പോലെ കിടന്നു. തകർന്ന രഥങ്ങളുടെ അവശിഷ്ടങ്ങൾ കടലിൽ മുങ്ങിയ കപ്പലിന്റെ പലകകൾ പോലെ ഒഴുകി നടന്നു. ഇരുപക്ഷത്തുമായി ആയിരങ്ങളും പതിനായിരങ്ങളും ജീവൻ വെടിഞ്ഞ് ആ മണ്ണിൽ വീണു. 3 നാൾ നീണ്ട ഈ ഘോരയുദ്ധത്തിനു ശേഷം പല്ലവരുടെ സൈന്യത്തിൽ ഒരു ചെറിയ ഭാഗം മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. അവരാകട്ടെ തളർന്നു വശരായിരുന്നു. എന്നാൽ പാണ്ഡ്യസൈന്യത്തിലെ വീരന്മാരാകട്ടെ തളർച്ചയറിയാത്ത വരം കെട്ടിയവരെപ്പോലെ വീണ്ടും വീണ്ടും ആക്രമിച്ചുകൊണ്ടിരുന്നു. അപരാജിതവർമ്മന്റെ കൂടാരത്തിൽ മന്ത്രണങ്ങൾ നടന്നു. അപരാജിതനും പൃഥ്വിപതിയും ആദിത്യനും പടത്തലവന്മാരും ഒരുമിച്ചിരുന്ന് ആലോചിച്ചു. ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്നും പിൻവാങ്ങി കൊള്ളിടത്തിന്റെ വടക്കേക്കരയിലേക്ക് പോകുന്നതാണ് ബുദ്ധിയെന്നും അവർ തീരുമാനിച്ചു. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ആ യുദ്ധക്കളത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചത്. വാർദ്ധക്യത്താൽ തളർന്ന് ശരീരത്തിൽ 96 മുറിപ്പാടുകളുമായി കാലിലേറ്റ കൊടിയ മുറിവിനാൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതിരുന്ന് വിജയലായ ചോളൻ എങ്ങനെയോ ആ യുദ്ധരംഗത്തെത്തി. പല്ലവ സൈന്യം പിൻവാങ്ങിയാൽ ചോളനാടിനു പിന്നെ ദീർഘകാലത്തേക്ക് തലയുയർത്താനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ ആ കിഴവൻ സിംഹത്തിന്റെ ഗർജനം പല്ലവരുടെ പക്ഷത്തവശേഷിച്ച യോദ്ധാക്കൾക്ക് പുതിയൊരു ജീവൻ നൽകി. "ഒരാന, എനിക്കൊരാനയെ തരൂ," അദ്ദേഹം അലറി. "നമ്മുടെ ഗജസേന മുഴുവൻ നശിച്ചുപോയി, ഒന്നുപോലും ബാക്കിയില്ല," അവർ മറുപടി നൽകി. ഒരു കുതിരയെങ്കിലും കൊണ്ടുവരൂ." ജീവനുള്ള ഒരു കുതിര പോലും അവശേഷിച്ചിട്ടില്ല. ചോളനാട്ടിലെ യോദ്ധാക്കളിൽ 2 പേരെങ്കിലും ജീവനോട് ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. വിജയല എന്റെ ശബ്ദം മുഴങ്ങി. 2 പേർക്കു പകരം 200 പേർ മുന്നോട്ട് വന്നു. തോളിൽ കരുത്തും നെഞ്ചിലുറപ്പുമുള്ള 2 പേർ എന്നെ തോളിലേറ്റി കൊണ്ടുപോകൂ. മറ്റുള്ളവർ ഈ 2 പേരായി പിന്നാലെ വരൂ. എന്നെ ചുമക്കുന്നവർ വീണാൽ പിന്നിലുള്ളവർ എന്നെ ഏറ്റെടുക്കണം, ആ വീരാധിവീരൻ ആജ്ഞാപിച്ചു. ഭീമസേനനെപ്പോലെയുള്ള 2 പേർ മുന്നോട്ടു വന്ന് വിജയലായനെ തോളിലേറ്റി. "പോകൂ, പട നയിക്കുന്നിടത്തേക്ക് പോകാം," അയാൾ ഗർജിച്ചു. യുദ്ധകളത്തിലെ ഒരിടത്ത് അപ്പോഴും പോരാട്ടം തുടരുകയായിരുന്നു. തെക്കൻ യോദ്ധാക്കൾ കിഴക്കൻ പടയാളികളെ ആക്രമിച്ച് പിന്നോട്ട് പായിച്ചുകൊണ്ടിരുന്നു. 2 പേരുടെ തോളിലിരുന്ന് വിജയലായൻ ആ പോർമുഖത്തേക്ക് കുതിച്ചു. ഇരുകടികളിലും 2 നീണ്ട വാളുകളുമായി മഹാവിഷ്ണുവിന്റെ സുദർശനചക്രം പോലെ അദ്ദേഹം അത് ചുഴറ്റിക്കൊണ്ട് ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞുകയറി. അദ്ദേഹത്തെ തടയാൻ ആർക്കുമായില്ല. അയാൾ കടന്നുപോയ വഴിയുടെ ഇരുവശങ്ങളിലും ശത്രുക്കളുടെ മൃതദേഹങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരുന്നു. ആ അത്ഭുതം കാണാനായി പിൻവാങ്ങിയായിരുന്നു യോദ്ധാക്കൾ മുന്നോട്ടുവന്നു. വിജയലായന്റെ അമാനുഷികമായ വീര്യം കണ്ട് അവർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. പിന്നെ പരസ്പരം ആവേശം പകർന്ന് അവരും ആ പോർമുഖത്തേക്ക് കുതിച്ചു. അതോടെ വിജയലക്ഷ്മിയുടെ കടാക്ഷം പല്ലവരുടെ പക്ഷത്തേക്ക് തിരിഞ്ഞു. കൊള്ളിടത്തിന്റെ വടക്കേക്കരയിലേക്ക് പിൻവാങ്ങാനുള്ള തീരുമാനം പല്ലവരുടെ പടത്തലവന്മാർ ഉപേക്ഷിച്ചു. 3 രാജാക്കന്മാരും തങ്ങളുടെ വിശ്വസ്തരായ യോദ്ധാക്കളോടൊപ്പം യുദ്ധക്കളത്തിലിറങ്ങി. അധികം വൈകാതെ പാണ്ഡ്യസൈന്യം പിൻവാങ്ങാൻ തുടങ്ങി. ഗംഗാരാജാവ് പൃഥ്വിപതി അന്ന് അവിശ്വസനീയമായ വീരകൃത്യങ്ങൾ ചെയ്ത ശേഷം തന്റെ കീർത്തി ആ യുദ്ധഭൂമിയിൽ നിലനിർത്തി വീരസ്വർഗം പോകി. ആ ധീരയോദ്ധാവിന്റെ ഓർമ്മയ്ക്കായി അവിടെ ഒരു വീരക്കല്ല് നാട്ടി. പിന്നീട് ഒരു പള്ളിപ്പടേ ക്ഷേത്രവും പണികഴിപ്പിച്ചു. അത്രയും ഭയാനകമായ യുദ്ധം നടന്ന ആ രണഭൂമി കുറച്ചുകാലത്തേക്ക് പുല്ലുപോലും മുളയ്ക്കാതെ കിടന്നു. ആരും ആ വഴിക്ക് പോയില്ല. കാലക്രമേണ അവിടെ ഒരു കാട് വളരാൻ തുടങ്ങി. പള്ളിപ്പടേ ക്ഷേത്രത്തിനു ചുറ്റും വനമിടന്നു തുറന്നു. കുറ്റിക്കാടുകളിൽ കുറുക്കന്മാർ താവളമാക്കി. മരക്കൊമ്പുകളിലെ ഇരുട്ടിൽ മൂങ്ങകളും കാലൻ കോഴികളും വാസമുറപ്പിച്ചു. പതിയെ പതിയെ ആ പള്ളിപ്പടേ ക്ഷേത്രത്തിലേക്ക് ആരും പോകാതായി. അങ്ങനെ ആ കോവിലും ദിനംപ്രതി ജീർണിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കഥ നടക്കുമ്പോൾ അത് പൂർണ്ണമായും പാഴടഞ്ഞ അവസ്ഥയിലായിരുന്നു. അങ്ങനെയുള്ള ആ പാഴടഞ്ഞ പള്ളിപ്പടേ ക്ഷേത്രത്തിലേക്ക് ഇരുട്ട് വീഴുന്ന നേരത്താണ് ആഴ്വാർക്കടിയാൻ വന്നെത്തിയത്. ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിന്റെ ഓരങ്ങളിൽ കുത്തിവച്ചിരുന്ന ഭീമാകാരമായ ഭൂതഗണങ്ങൾ അവന് പേടിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ വീരവൈഷ്ണവൻ പേടിക്കുന്നവനെയല്ലല്ലോ. അവൻ പള്ളിപ്പടേ ക്ഷേത്രത്തിന്റെ മണ്ഡപത്തിലേക്ക് ചാടിക്കയറി. മണ്ഡപത്തിന് മുകളിലേക്ക് ചാഞ്ഞുകിടന്ന മരക്കൊമ്പിന്റെ മറവിലൊളിച്ചിരുന്നു. 4 പാടും അവൻ ശ്രദ്ധയോടെ നോക്കി. കനത്ത ഇരുട്ടിനെ തുളച്ചു കയറാൻ ശേഷിയുള്ള കണ്ണുകളായിരുന്നു അവന്. നേർത്ത ശബ്ദം പോലും പിടിച്ചെടുക്കാൻ കഴിവുള്ളതായിരുന്നു അവന്റെ കാതുകൾ. ഇരുട്ട് വീണിട്ട് 1 നാഴിക, 2 നാഴിക, 3 നാഴിക കഴിഞ്ഞു. ചുറ്റുമുള്ള അന്ധകാരം അവനെ ശ്വാസം മുട്ടിക്കുന്നതുപോലെ തോന്നി. ഇടയ്ക്കിടയ്ക്ക് കാട്ടുമരങ്ങൾക്കിടയിൽ ചില എന്ന ശബ്ദം കേൾക്കാം. അതൊരു മരപ്പട്ടി മരം കയറുന്നതാണ്. അതൊരു മൂങ്ങ മൂളുന്നതാണ്. ഈ ഭാഗത്തൊരു കാലങ്കോഴി കൂവുന്നു. മരപ്പട്ടിയെ പേടിച്ചൊരു പക്ഷി ചടപടാ എന്ന് ചിറകടിച്ചുകൊണ്ട് മുകളിലെ കൊമ്പിലേക്ക് പറന്നു. ദൂരെ കുറുക്കന്മാർ ഊരിയിടാൻ തുടങ്ങിയിരിക്കുന്നു. തലയ്ക്ക് മുകളിൽ എന്തോ ഒരു അനക്കം.
അവൻ മുകളിലേക്ക് നോക്കി. അണ്ണാനോ ഓന്തോ അതുപോലെയുള്ള മറ്റേതോ ഒരു ചെറു ജീവിമരക്കൊമ്പുകളിലൂടെ ചാടിപ്പോകുന്നു തെന്നി. ഒരാൾ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനോടുള്ള പക തീരുന്നില്ല. ഈ പള്ളിപ്പടை ശത്രുവിൻ്റേതാണത്രേ. ശത്രുവിന്റെ പള്ളിപ്പടയ്ക്കരികിൽ ഒത്തുകൂടി ഗൂഢാലോചന നടത്താൻ പോകുന്നു. മരിച്ചുപോയവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവരെ ദ്രോഹിക്കാൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ, നിങ്ങൾ ചിരിക്കാതിരിക്കുന്നതെങ്ങനെ? നന്നായി ചിരിക്കൂ. ദൈവമേ, എന്റെ വരവ് വരുതിയാകുമോ? ഈ രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ കഴിയേണ്ടി വരുമോ? ഞാൻ പ്രതീക്ഷിക്കുന്നവർ ഇവിടെ വരില്ലേ? ഞാൻ കേട്ടത് തെറ്റിപ്പോയോ? എന്റെ ശ്രദ്ധ പാളിയോ? അതോ ആ മത്സ്യചിഹ്നക്കാർ തങ്ങളുടെ തീരുമാനം മാറ്റി മറ്റെവിടെയെങ്കിലും പോയോ? എന്തൊരു നിരാശ! ഇന്ന് മാത്രം ഞാൻ തോറ്റുപോയാൽ എനിക്കൊരിക്കലും എന്നോട് ക്ഷമിക്കാനാവില്ല. ആ, അതവിടെ ഒരു വെളിച്ചം കാണുന്നു. അതെന്താണ്? വെളിച്ചം മറയുന്നു, വീണ്ടും തെളിയുന്നു. സംശയമില്ല, ഒരു പന്തം കത്തിച്ചുപിടിച്ച് ആരോ വരുന്നു. അല്ല, രണ്ടുപേർ വരുന്നുണ്ട്. കാത്തിരുന്നത് വെറുതെയായില്ല. വന്നവർ രണ്ടുപേരും പള്ളിപ്പടை കടന്ന് കുറച്ചുകൂടി മുന്നോട്ടു പോയി. ഇടതൂറുന്ന കാടിന്റെ നടുവിലെ ഒരു തുറന്ന സ്ഥലത്ത് അവർ നിന്നു. ഒരാൾ താഴെയിരുന്നു. കയ്യിൽ പന്തമുണ്ടായിരുന്നവൻ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അവൻ മറ്റാരെയോ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന വ്യക്തം. കുറച്ചു കഴിഞ്ഞപ്പോൾ രണ്ടുപേർ കൂടി വന്നു. അവർ മുൻപും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഈ കൂരിരുട്ടിൽ, ഈ കാട്ടിൽ വഴിതെറ്റാതെ എങ്ങനെ വരാൻ കഴിയും? ആദ്യം വന്നവരും പിന്നീട് വന്നവരും എന്തോ സംസാരിച്ചു. പക്ഷേ ആഴ്വാർക്കടിയാന്റെ കാതിൽ അതൊന്നും വീണില്ല. ഛേ, ഇത്രയും കഷ്ടപ്പെട്ടു വന്നിട്ടും ഒരു പ്രയോജനമില്ലാതെ പോകുമോ? വരുന്നവരുടെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. പിന്നെയും രണ്ടുപേർ കൂടി വന്നു. അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു. ഒടുവിൽ വന്നവരിൽ ഒരാളുടെ കയ്യിലൊരു സഞ്ചിയുണ്ടായിരുന്നു. അവനത് തുറന്ന് അതിലുണ്ടായിരുന്നത് നിലത്തേക്ക് കൊട്ടി. സ്വർണ്ണ നാണയങ്ങൾ വെട്ടിത്തിളങ്ങി. നാണയങ്ങൾ കൊട്ടിയവൻ ഒരു ഭ്രാന്തനെപ്പോലെ ചിരിച്ചുകൊണ്ടു പറഞ്ഞു, സുഹൃത്തുക്കളെ, ചോളനാട്ടിലെ ഖജനാവ് കൊണ്ടുതന്നെ ചോളരാജ്യത്തിന് കുഴിവെട്ടാൻ പോകുന്നു. ഇത് വലിയൊരു തമാശയല്ലേ? അവൻ വീണ്ടും കലവിലാന്ന് ചിരിച്ചു. രവിദാസരെ, ഒച്ച വയ്ക്കാതിരിക്കൂ, കുറച്ചുകൂടി പതിയെ സംസാരിക്കാം, കൂട്ടത്തിലൊരാൾ പറഞ്ഞു. ആഹാ, ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചാൽ എന്താ? കുറുക്കന്മാരും മരപ്പട്ടികളും മൂങ്ങകളും കാലൻകോഴികളും മാത്രമേ നമ്മുടെ സംസാരം കേൾക്കൂ. ഭാഗ്യത്തിന് അവരത് ആരോടും പോയി പറയില്ല, രവിദാസൻ പറഞ്ഞു. എന്നാലും കുറച്ചുകൂടി ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നതല്ലേ നല്ലത്? അതിനുശേഷം അവർ പതിയെ സംസാരിക്കാൻ തുടങ്ങി. അവരുടെ സംഭാഷണം കേൾക്കാതെ മണ്ഡപത്തിന് മുകളിലിരിക്കുന്നത് വെറുതെയാണെന്ന് ആഴ്വാർക്കടിയാന് തോന്നി. മണ്ഡപത്തിൽ നിന്നിറങ്ങി അവർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് അടുത്തുപോയി ഒഴിച്ചു കേൾക്കുക തന്നെ വേണം. അതുകൊണ്ടുള്ള അപകടങ്ങളെ നേരിടാനും തയ്യാറാകണം. ഇങ്ങനെ ചിന്തിച്ച് ആഴ്വാർക്കടിയാൻ മണ്ഡപത്തിൽ നിന്നിറങ്ങാൻ ശ്രമിച്ചപ്പോൾ അവന്റെ ശരീരം മരച്ചില്ലകളിലൊരഞ്ഞ് ഒരു ചില്ലച്ചില്ലപ്പ് ശബ്ദമുണ്ടായി. സംസാരിച്ചുകൊണ്ടിരുന്നവരിൽ രണ്ടുപേർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ആരാണവിടെ എന്ന് ഗർജിച്ചു. ആഴ്വാർക്കടിയാന്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. അവരുടെ കയ്യിൽപ്പെടാതെ രക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഓടിയാലും കാട്ടിൽ കാലൊച്ച കേൾക്കുമല്ലോ. അവർ വന്ന് എന്നെ പിടിച്ചാലോ? അതേ നിമിഷം ഒരു കാലൻകോഴി തന്റെ ചെറുകൾ ശക്തിയോടെ വെറിച്ചടിച്ചുകൊണ്ട് ഓം ഓം എന്നമറി. അധ്യായം 20. ആദ്യത്തെ ശത്രു. ആ നിർണായക നിമിഷത്തിൽ ആ മൂങ്ങ നടത്തിയ സഹായത്തിന് ആഴ്വാർക്കടിയാൻ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞു. കാരണം കാടിന്റെ ഹൃദയഭാഗത്തൊത്തുകൂടിയ ആ ഗൂഢാലോചനക്കാർ ചിറകടിച്ചു കൂവിയ മൂങ്ങയെ നോക്കി ആ ശബ്ദം കേട്ടാണ് തങ്ങൾ ഞെട്ടിയതെന്ന് സമാധാനിച്ചു. ആടടാ, ഈ കാലൻകോഴി നമ്മളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ, വെട്ടിയിടടാ അതിനെ, കൂട്ടത്തിലൊരാൾ ആക്രോശിച്ചു. വേണ്ട, നിങ്ങളുടെ വാളുകൾ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി സൂക്ഷിക്കുക. നമ്മുടെ ശത്രുക്കളെ വേരോടെ പിഴുതെറിയാനായി അതിന്റെ മൂർച്ച കൂട്ടിവയ്ക്കുക. മൂങ്ങയും കാലൻകോഴിയുമൊന്നും നമ്മുടെ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. സാധാരണ മനുഷ്യർ ഉറങ്ങുന്ന നേരത്ത് നമ്മൾ ഉണർന്നിരിക്കുന്നു. നമ്മോടൊപ്പം ഈ മൂങ്ങകളും കൂമനുകളും ഉണർന്നിരിക്കുന്നു, രവിദാസൻ എന്നയാൾ പറഞ്ഞു. അയാളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ആഴ്വാർക്കടിയാൻ എന്ന തിരുമലയപ്പൻ ഒച്ചയുണ്ടാക്കാതെ അടിവച്ചടിവച്ച് മുന്നോട്ട് നീങ്ങി ഒരു കൂറ്റൻ നീർമരുതിന്റെ ചുവട്ടിലെത്തി. 100 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന ആ മരത്തിന്റെ തടിച്ച വേരുകൾ 4 പാടും പടർന്നു കിടന്നിരുന്നു. ഓരോ താങ്ങുവേരിനുമിടയിൽ നിലത്തും നല്ല വിടവുണ്ടായിരുന്നു. മരത്തിന്റെ കടയ്ക്കൽ വലിയൊരു പൊത്തും. അങ്ങനെയൊരു പൊത്തിൽ മരത്തോട് ചേർന്നൊട്ടി ആഴ്വാർക്കടിയാൻ നിന്നു.
തഞ്ചാവൂർ രാജ്യത്തിന്റെ ഖജനാവ് നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം നമുക്ക് പണത്തിന് ഒരു കുറവുമുണ്ടാകില്ല. ഏറ്റെടുത്ത കാര്യം പൂർത്തിയാക്കാനുള്ള ചങ്കുകൂട്ട് മാത്രം മതി. ദൗത്യം പൂർത്തിയാകുന്നതുവരെ നമ്മുടെ രഹസ്യം പുറത്തറിയാതെ സൂക്ഷിക്കാനുള്ള കഴിവും വേണം. നമ്മൾ രണ്ടായി പിരിയണം. ഒരു സംഘം ഉടൻ തന്നെ ലങ്കയിലേക്ക് പോകണം. മറുസംഘം തൊണ്ടൈ മണ്ഡലത്തിലേക്ക് പോയി നമ്മുടെ ലക്ഷ്യം നേടാനുള്ള ശരിയായ സമയത്തിനായി കാത്തിരിക്കണം. ഏകദേശം ഒരേ സമയത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങളും നടക്കണം. ഒരു ശത്രുവിനെ വകവരുത്തിയ ശേഷം ഇടവേള നൽകിയാൽ അടുത്ത ശത്രു ജാഗരൂകരാകും. അതിനവസരം കൊടുക്കരുത്. മനസ്സിലായോ? നിങ്ങളിൽ ആരൊക്കെയാണ് ലങ്കയിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളത്? രവിദാസൻ ചോദിച്ചു. ഞാൻ പോകാം, ഞാനാണ് പോകേണ്ടത്. ഒരേ സമയം പല ശബ്ദങ്ങൾ ഉയർന്നു. ആരാണ് പോകേണ്ടതെന്ന് നമുക്ക് അടുത്ത തവണ പാണ്ഡ്യനാട്ടിൽ വെച്ച് തീരുമാനിക്കാം. അതുവരെ ഇവിടെ ചെയ്യേണ്ട ചില ഒരുക്കങ്ങൾ കൂടിയുണ്ട്, രവിദാസൻ പറഞ്ഞു. ലങ്കയിലേക്ക് ഏതു വഴിയാണ് നല്ലത്? ഒരാൾ ചോദിച്ചു. കോടിക്കര വഴി പോകാം. കടൽ കടക്കാൻ അതാണ് നല്ല വഴി. പക്ഷേ ഇവിടെ നിന്ന് കോടിക്കര വരെ എത്തുന്നത് എളുപ്പമല്ല. വഴി നീളെ ശത്രുക്കളും ചാരന്മാരുമാണ്. അതുകൊണ്ട് സേതുവിലേക്ക് പോയി അവിടെ നിന്ന് കടൽ കടന്ന് മാത്തോട്ടത്തിനടുത്ത് ഇറങ്ങുന്നതാണ് ബുദ്ധി. ലങ്കയിലേക്ക് പോകുന്നവർക്ക് തോണി തുഴയാനും കട്ടമരം നിയന്ത്രിക്കാനും കടലിൽ നീന്താനും അറിയുടയ്ക്കണം. ഇവിടെ ആർക്കൊക്കെ നീന്തലറിയാം? എനിക്കറിയാം, എനിക്കും എന്ന ശബ്ദങ്ങൾ ഉയർന്നു. ആദ്യം ലങ്കയിലെ രാജാവായ മഹിന്ദനെ കണ്ട് സംസാരിച്ച ശേഷമേ നമ്മൾ കാര്യത്തിലേക്ക് കടക്കാവൂ. അതുകൊണ്ട് പോകുന്നവരിൽ ഒരാൾക്കെങ്കിലും സിംഹള ഭാഷ അറിഞ്ഞിരിക്കണം. ആ, നമ്മുടെ സോമൻ സാംബവൻ ഇതുവരെ എത്തിയില്ലല്ലോ. ആരെങ്കിലും അവനെ ഇന്ന് കണ്ടിരുന്നോ? ദാ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ആഴ്വാർക്കടിയാന്റെ തൊട്ടടുത്ത് നിന്നു ശബ്ദം കേട്ടു. അയാൾ കൂടുതൽ മരത്തോടൊട്ടിച്ചേർന്നു നിന്നു. ഛെ, ഈ തടിച്ച ശരീരം കൊണ്ട് ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. പുതുതായി രണ്ടുപേർ കൂടി ആ സംഘത്തിൽ വന്നു ചേർന്നിരുന്നു. ആഴ്വാർക്കടിയാൻ തന്റെ മുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം മരത്തിന് വെളിയിലേക്കിട്ട് എത്തിനോക്കി. പുതുതായി വന്നവർ കൊള്ളിടം കരയിലെ ആൽമരച്ചുവട്ടിൽ വെച്ച് താൻ കണ്ട അതേ ആളുകളാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പുതിയവരെ കണ്ടതും രവിദാസൻ ചോദിച്ചു. വരൂ വരൂ, നിങ്ങൾക്ക് വല്ല ആപത്തും പറ്റിയോ, ഇനി വരാതിരിക്കുമോ എന്നൊക്കെ ഞാൻ പേടിച്ചു. എവിടെ നിന്നാണ് വരുന്നത്? ഏത് വഴിയാണ് വന്നത്? കൊള്ളിടം കരയിലൂടെയാണ് വന്നത്. വഴിനീള കുറുക്കന്മാർ വളഞ്ഞു. അവയുടെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടു വരാൻ അല്പം വൈകി, സോമൻ സാംബവൻ പറഞ്ഞു. പുലിയെയും സിംഹത്തെയും പേടിക്കുന്നതിലൊരർത്ഥമുണ്ട്. കുറുക്കനെ പേടിക്കുന്നവരെക്കൊണ്ട് എന്ത് കാര്യം സാധിക്കാനാണ്? കൂട്ടത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരാൾ പരിഹസിച്ചു. അങ്ങനെ പറയരുത് സുഹൃത്തെ. പുലിയേക്കാളും സിംഹത്തെക്കാളും അപകടകാരിയാണ് കുറുക്കൻ. കാരണം സിംഹവും പുലിയുമൊക്കെ തനിച്ചാണ് ആക്രമിക്കാൻ വരുന്നത്. അവയോട് പൊരുതി നിൽക്കാം. എന്നാൽ കുറുക്കന്മാർ കൂട്ടത്തോടെയാണ് വരുന്നത്. അതുകൊണ്ട് അവയുടെ ശക്തിയും കൂടുതലാണ്. ചോളനാട്ടിലെ കുറുക്കന്മാർ വലിയൊരു കൂട്ടമായി വന്നതുകൊണ്ടല്ലേ നമ്മുടെ അതുല്യനായ രാജാധിരാജൻ പരാജയപ്പെട്ടും ജീവൻ വെടിഞ്ഞത്? അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കായിരുന്നോ? ആ കുറുക്കൻ കൂട്ടത്തെ നമ്മൾ വേരോടെ പിഴുതെറിയും, പൂർണ്ണമായും നശിപ്പിക്കും. സോമൻ സാംബവൻ രോഷത്തോടെ അലറി. അതിനുള്ള ഉപകരണങ്ങൾ ഇതാ. രവിദാസൻ സ്വർണ്ണ നാണയങ്ങളുടെ കൂമ്പാരത്തിലേക്ക് വിരൽ ചൂണ്ടി. സോമൻ സാംബവൻ കുറച്ച് നാണയങ്ങൾ കയ്യിലെടുത്തു നോക്കിയിട്ട് പറഞ്ഞു. ആ, ഒരു വശത്ത് പുലി, മറുവശത്ത് പന, ചോളന്റെ സ്വർണം, പഴുവേട്ടറയ്യരുടെ മുദ്ര. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിവരങ്ങൾ എന്താണ്? നമ്മുടെ ഇടുമ്പങ്കാരി എന്തെങ്കിലും വാർത്ത കൊണ്ടുവന്നിരിക്കുന്നുമല്ലോ? അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. കേട്ടോളൂ, അദ്ദേഹം തന്നെ പറയും. ഇടുമ്പൻകാരി പറയാൻ തുടങ്ങി. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഞാൻ ശംഭുവരയ്യരുടെ മാളികയിൽ ഒരു സേവകനായി ജോലി ചെയ്തു വരികയാണ്. അതിന്റെ ഫലം ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. ഇന്നലെ അവിടെ ഒരു വലിയ വിരുന്നുണ്ടായിരുന്നു. വലിയ പഴുവേറ്ററയ്യർ, വണങ്കാമുടി മുനിയയ്യർ, മഴപ്പാടി മഴുവറയ്യർ തുടങ്ങി പല പ്രമുഖരും വന്നിരുന്നു. കുരവൈക്കൂത്തും വേലനാട്ടവും അരങ്ങേറി. വേലനാട്ടമാടിയ ദേവരാളന് വെളിപാടുണ്ടായി. അയാൾ പ്രവചനങ്ങൾ നടത്തി. അയാൾ പറഞ്ഞതെല്ലാം നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായിരുന്നു. പഴുവേറ്ററയ്യർക്കൊപ്പം വന്ന അടച്ച പല്ലക്കിൽ അദ്ദേഹത്തിന്റെ ഇളയറാണിയാണെന്നാണ് എല്ലാവരും കരുതിയത്. സുന്ദരചോള മഹാരാജാവിന്റെ ആരോഗ്യം മോശമാണെന്നും അദ്ദേഹം അധികനാൾ ജീവിച്ചിരിക്കില്ലെന്നും പഴുവേറ്ററയ്യർ അറിയിച്ചു. എല്ലാവരും ചേർന്ന് അടുത്ത കിരീടാവകാശി ആദിത്യ കരികാലനല്ല, മധുരാന്തകദേവരാണെന്ന് തീരുമാനിച്ചു. എന്നാൽ മധുരാന്തകദേവർ ഇതിന് സമ്മതിക്കുമോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ മറുപടി കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് പഴുവേറ്ററയ്യർ അടച്ച പല്ലക്കിന്റെ തിരശീല മാറ്റി. അതിനുള്ളിൽ നിന്ന് മധുരാന്തകദേവർ പുറത്തുവന്നു.
കിരീടം ധരിക്കാൻ തനിക്ക് സമ്മതമാണെന്ന് അദ്ദേഹം അറിയിച്ചു. പെൺവേഷം കെട്ടുന്ന ഇങ്ങനെയൊരു പരാക്രമിക്ക് കിരീടം വയ്ക്കാൻ പോവുകയാണല്ലേ? നന്നായി നടക്കട്ടെ. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ചോളനാട്ടിൽ ഇത്തരമൊരാശയക്കുഴപ്പമുണ്ടാകുന്നത് നമ്മുടെ ലക്ഷ്യത്തിനു വളരെ നല്ലതാണ്. എന്ത് സംഭവിച്ചാലും നമ്മളെ ആരും സംശയിക്കില്ലല്ലോ. ഇടുമ്പൻകാരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങൾ കൊണ്ടുവന്നത്. പക്ഷേ ഇതെല്ലാം എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയാണ് അതിനൊരു അവസരം കിട്ടിയത്? രവിദാസൻ ചോദിച്ചു. അർദ്ധരാത്രിയിൽ അവർ യോഗം ചേർന്നപ്പോൾ മറ്റാരും അങ്ങോട്ട് വരാതെ നോക്കാൻ എന്നെയാണ് കാവൽ നിർത്തിയിരുന്നത്. കാവൽ നിൽക്കുന്നതിനോടൊപ്പം ഞാൻ എന്റെ കണ്ണുകളും കാതുകളും തുറന്നുവെച്ചു. അങ്ങനെ തുറന്നുവെച്ചപ്പോൾ മറ്റെന്തെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞു. ആ പാതിരായോഗത്തിൽ നടന്നതെല്ലാം മറ്റൊരന്യൻ കോട്ടമതിലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആഹാ, അതാരാണ്? മുൻകുടുമവെച്ച ഒരു വൈഷ്ണവൻ. ഹോ, അവനായിരുന്നോ? ഞാനങ്ങനെ സംശയിച്ചിരുന്നു. എന്നിട്ട് താങ്കൾ അവനെ എന്തു ചെയ്തു? ശംഭുവരയ്യരുടെ കയ്യിൽ പിടിച്ചുകൊടുത്തില്ലേ? ഇല്ല, ഒരുപക്ഷേ അവൻ നമ്മുടെ ആളായിരിക്കാമെന്ന് ഞാൻ കരുതിപ്പോയി. നിങ്ങളായിരിക്കും അവനെ അയച്ചതെന്നും ഞാൻ ചിന്തിച്ചു. വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്. അവൻ നമ്മുടെ ആളല്ല. തടിച്ച കുറിയ ശരീരപ്രകൃതമുള്ള ഒരു പോരാളിയാണ്. തിരുമലയപ്പനെന്നാണ് പേര്. ആഴ്വാർക്കടിയാൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്താറ്. അവൻ തന്നെ. ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് ഉച്ചയോടെ എനിക്ക് മനസ്സിലായി. അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ലെന്ന് എനിക്ക് ബോധ്യമായി. അതെങ്ങനെയാണ് അറിഞ്ഞ്? ഇന്നലെ രാത്രി കന്ദന്മാരന്റെ ഒരു ബാല്യകാല സുഹൃത്തും കടമ്പൂർ മാളികയിൽ വന്നിരുന്നു. അവനും പഴുവേറ്ററയ്യരുടെ യോഗവുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമായിരുന്നു. അവനൊരു മൂലയിൽ കിടന്ന് സുഖമായി ഉറങ്ങി. ഇന്ന് രാവിലെ ചെറിയ യജമാനൻ ആ സുഹൃത്തിനെ യാത്രയാക്കാൻ കൊള്ളിടം കരവരെ വന്നു. അദ്ദേഹം വരുന്നത് മുൻകൂട്ടിയറിഞ്ഞ് ഞാൻ പലതവണ അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്നു നിന്നു. എന്നോടും കൂടെ വരാൻ പറഞ്ഞു. അദ്ദേഹം കൊള്ളിടത്തിന്റെ വടക്കേക്കരയിൽ നിന്ന് തിരിച്ചുപോയി. തെക്കേക്കരയിൽ ചെന്ന് ആ യുവാവിനൊരു കുതിരയെ സംഘടിപ്പിച്ചു കൊടുക്കാൻ വരാൻ എന്നോട് അദ്ദേഹം പറഞ്ഞു. അവിടെ നിന്ന് കുടന്തയിലേക്ക് എന്റെ അമ്മായിയെ കാണാൻ പോവുകയാണെന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് സംശയത്തിനിടമില്ലാതെ ഇവിടെ എത്താൻ കഴിഞ്ഞത്. ശരി ശരി. ആ വീരവൈഷ്ണവനെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കൊള്ളിടത്തിൽ നിന്ന് തോണി പുറപ്പെടാൻ നേരം ആ വീരവൈഷ്ണവൻ വന്ന് തോണിയിൽ കയറി. അവൻ കന്ദന്മാരന്റെ സുഹൃത്തിനോട് സംസാരിച്ച ചില ചൂടൻ വാക്കുകളിൽ നിന്ന് എനിക്കൊരു സംശയം തോന്നി. അവനും നമ്മുടെ ആളാണോ എന്ന്. പിന്നീട് കൊള്ളിടത്തിന്റെ തെക്കേക്കരയിൽ അവൻ എനിക്കായി കാത്തിരിക്കുന്നതുപോലെ തോന്നി. ഞാൻ നമ്മുടെ രഹസ്യ അടയാളം കാണിച്ചു. പക്ഷേ അതവനു മനസ്സിലായില്ല. അതോടെ അവൻ നമ്മുടെ ആളല്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. നിങ്ങൾ ചെയ്തത് വലിയൊരു മണ്ടത്തരമാണ്. മുൻപരിചയമില്ലാത്തവരുടെ മുന്നിൽ നമ്മുടെ അടയാളങ്ങൾ കാണിക്കരുത്. സുഹൃത്തുക്കളെ, കേൾക്കുക. നമ്മുടെ ദൗത്യം കാഞ്ചീപുരത്തും ലങ്കയിലുമാണ്. ഈ രണ്ടിടത്തും നമ്മുടെ പ്രധാന ശത്രുക്കളുണ്ട്. എന്നാൽ അവരെക്കാളെല്ലാം വലിയ നമ്മുടെ ഏറ്റവും ക്രൂരനായ ശത്രു, നമ്മുടെ ഒന്നാമത്തെ ശത്രു, ആഴ്വാർക്കടിയാൻ എന്ന കള്ളപ്പേരിൽ നടക്കുന്ന തിരുമലയപ്പനാണ്. അവൻ നമ്മളെയും നമ്മുടെ ലക്ഷ്യത്തെയും പൂർണ്ണമായും തകർക്കാൻ കഴിവുള്ളവനാണ്. നമുക്കെല്ലാം ദേവിയെപ്പോലെയായും നമ്മുടെ നായികയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവനാണവൻ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളിൽ ആരെങ്കിലും അവനെ എവിടെ വെച്ച് കണ്ടാലും ഏത് സാഹചര്യത്തിലായാലും കയ്യിലുള്ള ആയുധമെടുത്ത് അവന്റെ നെഞ്ചിൽ കുത്തിയാക്കുക. ആയുധമൊന്നുമില്ലെങ്കിൽ കൈകൊണ്ടവന്റെ കഴുത്തു ഞെരുക്കി കൊല്ലുക. അല്ലെങ്കിൽ തന്ത്രപൂർവ്വം വിഷം കൊടുത്തു കൊല്ലുക. അല്ലെങ്കിൽ വെള്ളത്തിൽ തള്ളിയിട്ട് മുതലയുടെ വിശപ്പടക്കുക. അതുമല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് പാറമുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ട് കൊല്ലുക. ഒരു തേളിനെയോ പഴുതാരയെയോ പാമ്പിനെയോ കണ്ടാൽ നിങ്ങൾ എങ്ങനെയാണോ ഒരു ദയ്യം കാണിക്കാതെ കൊല്ലുന്നത്, അതുപോലെ അവനെയും കൊന്നുകടയുക. ദുർഗാദേവിക്കോ കണ്ണകിയമ്മയ്ക്കോ ബലി കൊടുത്താൽ കൂടുതൽ വിശേഷം. എന്തായാലും അവൻ ജീവനോടെയിരിക്കുന്ന കാലത്തോളം നമ്മുടെ ലക്ഷ്യത്തിന് തടസ്സമായി തന്നെ നിലനിൽക്കും. രവിദാസരെ, നിങ്ങൾ ഇത്രയധികം ഊന്നിപ്പറയണമെങ്കിൽ അവൻ വലിയൊരു കേമനായിരിക്കണമല്ലോ. ആരാണവൻ? ആരാണെന്നോ? അവൻ അതിഭയങ്കരനായ ഒരു ചാരനാണ്. ആരുടെ ചാരൻ? അതെനിക്കും വളരെക്കാലം സംശയമായിരുന്നു. സുന്ദരചോളന്റെയോ ആദിത്ത കരികാലന്റെയോ ചാരനായിരിക്കുമെന്ന് കരുതി. അല്ലെന്ന് പിന്നീട് മനസ്സിലായി. പഴയാറയിലൊരു കിഴവിയില്ലേ, ഒരു ദുഷ്ട. ആ വലിയ രാജ്ഞിയുടെ ചാരനായിരിക്കാമെന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. ആ, അങ്ങനെയോ? ശിവഭക്തിയിൽ മുഴുകി ക്ഷേത്രങ്ങൾക്ക് തിരുപ്പണി ചെയ്ത് കഴിയുന്ന ആ ശെമ്പിയൻ മാദേവിക്ക് ചാരന്മാരെന്തിനാണ്? അതെല്ലാം കള്ളമാണ്. ഈ മുൻകുടുമിക്കാരന്റെ വീരവൈഷ്ണവം എങ്ങനെയാണോ ഒരു പുറംമോടി, അതുപോലെയാണ് ആ കിഴട്ടുരാജ്ഞിയുടെ ശിവഭക്തിയും. സ്വന്തം മകനുപോലും വലിയ ശത്രുവായി മാറിയ പിശാചല്ലേ അത്? അതുകൊണ്ടല്ലേ അവരുടെ സ്വന്തം സഹോദരനായ മഴുവരയൻ പോലും അവരുമായി പിണങ്ങി പഴുവേട്ടരയ്യരുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്നത്? രവിദാസരെ, ആ മുൻകുടുമി വൈഷ്ണവനെപ്പോലെ വേറെ ആരെങ്കിലുമുണ്ടോ? കുടന്തയിലൊരു ജ്യോത്സ്യനുണ്ട്. അവന്റെ മേലും എനിക്ക് സംശയമുണ്ട്. വരുന്നവരോടും പോകുന്നവരോടും ജ്യോതിഷം പറയുന്നെന്ന വ്യാജേന പല വിവരങ്ങളും അവൻ ചോർത്തിയെടുക്കുന്നുണ്ട്. നിങ്ങളാരും അവന്റെ അടുത്തേക്ക് പോകരുത്. പോയാൽ ഉറപ്പായും നിങ്ങൾ വഞ്ചിതരാകും.
അവൻ ആരുടെ ചാരനാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതെനിക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഒരുപക്ഷേ ഇപ്പോൾ ലങ്കയിലുള്ള ആ കള്ളരാജകുമാരന്റെ ചാരനായിരിക്കാം. എന്നാൽ ആ ജ്യോത്സ്യനെക്കുറിച്ച് എനിക്ക് വലിയ ആശങ്കയില്ല. അവനെക്കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വരാനില്ല. എനിക്ക് ഭയം ആ വൈഷ്ണവനെയാണ്. അവനെ കണ്ടിടത്ത് വെച്ച് തേളിനെയും പഴുതാരെയും പാമ്പിനെയും അടിച്ചു കൊല്ലുന്നതുപോലെ ഒരു ദയം കൂടാതെ കൊന്നുകളയണം. ഇതെല്ലാം നീർമരുതിന്റെ മറവിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ആഴ്വാർക്കടിയാന്റെ ശരീരം വിറച്ചു. ദേഹം മുഴുവൻ വിയർത്തു. ഈ മരച്ചുവട്ടിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുമോ എന്ന് പോലും അവന് സംശയമായി. പോരാത്തതിന് ആ സമയത്ത് അവനൊരു തുമ്മൽ വന്നു. എത്രയൊക്കെ അടക്കിപ്പിടിക്കാൻ ശ്രമിച്ചിട്ടും അവന് കഴിഞ്ഞില്ല. ഒരു തുണിയെടുത്ത് വായിൽ അമർത്തിപ്പിടിച്ച് ഹച്ചി എന്നവൻ തുമ്മി. ആ നിമിഷം കാറ്റ് നിലച്ചിരുന്നു. കാട്ടുമരങ്ങളുടെ ഇലയനക്കവും നിശബ്ദമായിരുന്നു. അതുകൊണ്ട് ആഴ്വാർക്കടിയാന്റെ അടക്കിപ്പിടിച്ച തുമ്മലിന്റെ ശബ്ദം തൊട്ടടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന ഗൂഢാലോചനക്കാർ കേട്ടു. ആ മരുതിന്റെ പിന്നിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. പന്തം കൊണ്ടുപോയി എന്താണെന്ന് നോക്ക്, രവിദാസൻ പറഞ്ഞു. പന്തം പിടിച്ചവൻ മരത്തിനടുത്തേക്ക് വന്നു. അവൻ അടുത്തേക്ക് വരുന്നതനുസരിച്ച് വെളിച്ചം കൂടി വന്നു. കഴിഞ്ഞു. ദാവൻ മരത്തിന്റെ വളവ് തിരിയാൻ പോകുന്നു. തിരിഞ്ഞാലുടൻ പന്തത്തിന്റെ വെളിച്ചം തന്റെ ദേഹത്ത് വീഴും. പിന്നെന്ത് സംഭവിക്കും? രക്ഷപ്പെട്ടാൽ അതൊരു പുനർജന്മമായിരിക്കും. തിരുമലയപ്പന്റെ നെഞ്ചിടിപ്പ് കൂടി. രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്നവൻ ചുറ്റും നോക്കി. ഒരു വഴിയും കണ്ടില്ല. അവൻ മുകളിലേക്ക് നോക്കി. അവിടെ മരത്തിൽ നിന്ന് പിരിഞ്ഞുപോയ ഒരു കൊമ്പിൽ ഒരു ഭീമൻ വവ്വാൽ തലകീഴായി തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്നവനൊരു ബുദ്ധി ഉദിച്ചു. അവൻ വേഗത്തിൽ കൈകളുയർത്തി ആ വവ്വാലിനെ പിടിച്ച് കയ്യിൽ തയ്യാറാക്കി വെച്ചു. പന്തക്കാരൻ മരം കടന്നുവന്നതും അവൻ വവ്വാലിനെ അയാളുടെ മുഖത്തേക്കെറിഞ്ഞു. പന്തം താഴെ വീണ് വെളിച്ചം മങ്ങി. വവ്വാലിന്റെ ചിറകുകൊണ്ട് മുഖത്തടി കിട്ടിയവൻ ഏയ് ഏയ് എന്താ ഇത് എന്നലറി. പലരും ഓടിവരുന്ന ശബ്ദം കേട്ടു. ആഴ്വാർക്കടിയാനും ഓട്ടം പിടിച്ചു. അടുത്ത നിമിഷം അവൻ കൊടുങ്കാട്ടിലേക്ക് ഊളിയിട്ട് മറഞ്ഞു. പലരും ഒരുമിച്ച് എന്താ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. പന്തമേന്തിയ ആൾ വവ്വാൽ തന്നെ ആക്രമിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി. അതെല്ലാം കുറച്ചു ദൂരം വരെ തിരുമലയപ്പന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അധ്യായം 21. തിരശീലയിളകി. ഒരേ നിമിഷം ഒരാളുടെ ഉള്ളിൽ രണ്ടു മനസ്സുകൾക്ക് പ്രവർത്തിക്കാനാകുമോ? അതിന് കഴിയുമെന്ന് അന്നത്തെ വന്ദിയത്തേവന്റെ അനുഭവം അവനെ പഠിപ്പിച്ചു. ചോളമണ്ണിൽ തന്നെ ഏറ്റവും ഫലഭൂയിഷ്ഠമായൊരു ദേശത്തിലൂടെയായിരുന്നു അവന്റെ യാത്ര. നദികളിൽ പുതുമഴയുടെ വെള്ളം കുത്തിയൊഴുകുന്ന കാലമായിരുന്നു അത്. ചാലുകളിലൂടെയും മടകളിലൂടെയും വയലുകളിലേക്ക് ജലം കുതിച്ചൊഴുകി. എവിടെ നോക്കിയാലും ജലമയം. ചോളദേശത്തെ വളനാട് എന്നും ചോളരാജാവിനെ വളവൻ എന്നും വിശേഷിപ്പിച്ചത് എത്ര അർത്ഥവത്താണ്. ഈ ചിന്ത മനസ്സിൽ വന്നതും ചോളനാടിനും ചോളരാജാവിനും വന്നുചേർന്ന അപകടങ്ങളെക്കുറിച്ച് അവൻ ഓർത്തുപോയി. ഈ സാഹചര്യത്തിൽ എന്താണ് തന്റെ കടമ? കരികാലൻ തന്നയച്ച ഓല ചക്രവർത്തിയുടെ കയ്യിലേൽപ്പിക്കുന്നതോടെ തന്റെ ദൗത്യം തീരുമോ? രാജകുടുംബത്തിലെ ഈ അധികാര വടവലിയിൽ താനെന്തിന് തലയിടണം? ചോളസിംഹാസനത്തിൽ ആരു വന്നാലും തനിക്കെന്ത്? സത്യം പറഞ്ഞാൽ തന്റെ വംശത്തിന്റെ പാരമ്പര്യ ശത്രുക്കളല്ലേ ഈ ചോളന്മാർ? ചോളന്മാരും ഗംഗന്മാരും വൈദുംബരും ചേർന്നല്ലേ വാണർകുലം ഭരിച്ച നാടിനെ ഇല്ലാതാക്കിയത്? ഇന്ന് ആദിത്യ കരികാലൻ തന്നോട് സ്നേഹത്തോടെ പെരുമാറിയെന്ന് കരുതി ആ അനീതികളെല്ലാം മറക്കാനാകുമോ? ഛേ, ആ പഴയ സംഭവങ്ങളെ എങ്ങനെ അനീതിയെന്ന് വിളിക്കാനാകും? രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് സ്വാഭാവികം. വിജയവും പരാജയവും മാറി മാറി വരും. തോറ്റവർ ജയിച്ചവരോട് പകവെച്ചിട്ട് എന്ത് കാര്യം? തന്റെ പൂർവികർ പ്രതാപികളായിരുന്ന കാലത്ത് അവരും മറ്റു രാജാക്കന്മാരെ ഭയപ്പെടുത്തിയിരുന്നില്ലേ? അവരെ പൂർണ്ണമായി നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? എന്തായിരുന്നു ആ പാട്ട്? ഓർമ്മ വരുന്നു. സൈന്യത്തെ പുല്ലാക്കി, ചെങ്കനൽ ചോര നീരാക്കി, ആനകൾ ചവിട്ടിയരച്ച ചെളിയിൽ മാനബലൻ കവിരാജൻ വാണൻ പിഴുതെറിഞ്ഞു നട്ടു മൂവേന്തർതൻ മുടി. ഇതുപോലെ ക്രൂരമായ കാര്യങ്ങൾ യുദ്ധക്കളത്തിൽ തന്റെ പൂർവികരും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിൽ തോൽക്കുന്നവരുടെ വിധി എപ്പോഴും ഇതുതന്നെയാണ്. ശ്രീരാമനെപ്പോലെയോ ധർമ്മപുത്രരെപ്പോലെയോ എല്ലാ രാജാക്കന്മാർക്കും കാരുണ്യമുള്ളവരാകാൻ കഴിയില്ലല്ലോ. അവർ അങ്ങനെയൊരുവരായിരുന്നതുകൊണ്ടല്ലേ കാട്ടിൽ പോകേണ്ടി വന്നതും കഷ്ടതകൾ സഹിക്കേണ്ടി വന്നതും. രാജനീതിയിൽ കരുണയ്ക്ക് സ്ഥാനമില്ല. സത്യത്തിൽ ചോളവംശത്തിലുള്ളവർ അല്പം ദയുള്ളവരാണെന്ന് തന്നെ പറയണം. ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കാനാണ് അവർ ശ്രമിക്കാറ്.
അതിനായി മറ്റു കുലങ്ങളിൽ നിന്ന് വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടാനും അവർ മടിക്കാറില്ല. സുന്ദരച്ചോളന്റെ പിതാവായ അരിഞ്ചയച്ചോളൻ വൈദുംബരാജാവിന്റെ മകളെ വിവാഹം കഴിച്ചില്ലേ? സൗന്ദര്യത്തിന്റെ പര്യായമായിരുന്ന ആ കല്യാണിയുടെ മകനായതുകൊണ്ടല്ലേ സുന്ദരച്ചോളനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ഇത്രയധികം സൗന്ദര്യം ലഭിച്ചത്? ആ സൗന്ദര്യമെന്നോർത്തപ്പോൾ കുടന്തൈ നഗരത്തിലെ ആ പെൺകുട്ടിയുടെ മുഖം, അരിശിലാറിന്റെ തീരത്ത് വെച്ച് കണ്ട ആ മിടുക്കിയുടെ ഓർമ്മ മനസ്സിലേക്ക് വന്നു. ഓർമ്മ പുതിയതായി എവിടെ നിന്നും വന്നതല്ല, അത് അവന്റെ ഹൃദയത്തിൽ മുൻപേ മൊട്ടിട്ടിരുന്നു. വന്ധ്യത്തേവന്റെ പുറം മനസ്സ് ചോളനാടിന്റെ പ്രകൃതിയെയും രാജ്യതന്ത്രങ്ങളെയും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ഉൾമനസ്സ് ആ യുവതിയിൽ ലയിച്ചു ചേർന്നിരുന്നു. ഇപ്പോൾ രണ്ട് മനസ്സുകളും ഒന്നായി ചേർന്ന് അവളെക്കുറിച്ച് പരസ്യമായി ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് പ്രകൃതിയിൽ കാണുന്ന ഓരോ മനോഹരമായ ദൃശ്യത്തെയും അവൻ അവളുടെ അവയവങ്ങളുമായി താരതമ്യം ചെയ്യാൻ തുടങ്ങി. മിനുസമുള്ള മുളകൾ കണ്ടപ്പോൾ അവളുടെ തോളുകൾ ഓർമ്മ വന്നു. ഓടകളിൽ വിരിഞ്ഞു നിൽക്കുന്ന കരിങ്കോവളപ്പൂക്കൾ അവരുടെ കണ്ണുകൾക്ക് തുല്യമായി തോന്നി. താമരപ്പൂക്കൾക്ക് അവളുടെ സ്വർണ്ണമുഖത്തോട് കിടപിടിക്കാൻ കഴിയുമോ എന്ന് അവൻ സംശയിച്ചു. നദീതീരത്തെ മരക്കൊമ്പുകളിലിരുന്ന് മൂളുന്ന വണ്ടുകളുടെ സംഗീതത്തെ അവളുടെ ശബ്ദമാധുര്യത്തോട് ഉപമിക്കുന്നത് ശരിയാകുമോ? കവികൾ ഭാവനയിൽ പലതും എഴുതിയിട്ടുണ്ടാകാം, പക്ഷേ യഥാർത്ഥത്തിൽ അതൊക്കെ എവിടെ കിടക്കുന്നു? ആ യുവതിയുടെ സൗന്ദര്യം എവിടെ കിടക്കുന്നു? അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ താൻ കോരിത്തെരിച്ചുപോയല്ലോ. ഇപ്പോഴോർക്കുമ്പോഴും നെഞ്ചു തുടിക്കുന്നു. ഈ പൂക്കളും വണ്ടുകളും അങ്ങനെ ഒരു അനുഭവം നൽകുന്നില്ലല്ലോ. ഛേ, മാരന്മാർ തന്ന ഉപദേശങ്ങളെല്ലാം താൻ മറന്നു. സ്ത്രീകളുടെ മോഹം പോലെ ലോകത്തിൽ മറ്റൊന്നും മനുഷ്യനെ വഴിതെറ്റിക്കാനില്ല. ജീവിതവിജയം ആഗ്രഹിക്കുന്നവൻ സ്ത്രീകളുടെ മോഹവലയിൽ വീഴരുത്. വീണാൽ അവൻ തീർന്നു. കോവലന്റെ കഥ അതുതന്നെയല്ലേ നമ്മെ പഠിപ്പിക്കുന്നത്? കോവലൻ മാത്രമല്ല, ഈ കാലഘട്ടത്തിലെ വീരരിൽ വീരനും ചോളനാട്ടിലെ ഏറ്റവും സ്വാധീനമുള്ളവനുമായ പെരിയ പഴുവേറ്റരയ്യരെ ആളുകൾ പരിഹസിക്കുന്നതും ഇതുകൊണ്ട് തന്നെയല്ലേ? പക്ഷേ ജനങ്ങൾക്ക് സത്യമറിയില്ല. അടച്ച പല്ലക്കിനുള്ളിൽ പഴുവേറ്റരയ്യർ ആരെയാണ് കൊണ്ടുപോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. അതുകൊണ്ടവർ വിവരക്കേട് പറയുന്നു. എന്നാലും ആ മധുരാന്തകത്തേവർ ഇത്രയ്ക്കും സ്വയം തരം താഴേണ്ടിയിരുന്നില്ല. ഛി, അടച്ച പല്ലക്കിനുള്ളിലിരുന്ന് പഴുവേറ്റരയ്യരുടെ റാണിയുടെ സ്ഥാനത്ത് ഒളിച്ചിരുന്ന് നാടു ചുറ്റുകയോ? ഇതാണ് ഒരു പുരുഷന് ചേരുന്നത്? ഇങ്ങനെയാണ് ഒരു രാജ്യം നേടിയെടുക്കേണ്ടത്? അങ്ങനെ കിട്ടുന്ന രാജ്യം അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിയുമോ? പഴുവേറ്റരയ്യരെ പോലെയുള്ളവരെ വിശ്വസിച്ച് അവർക്ക് കീഴടങ്ങിയല്ലേ ഭരിക്കേണ്ടത്? ഈ കാര്യത്തിൽ സുന്ദരച്ചോളൻ ചക്രവർത്തി ചെയ്യുന്നതുപോലും അത്ര ശരിയല്ല. പഴുവേറ്റരയ്യർക്ക് ഇത്രയധികം അധികാരവും സ്വാധീനവും അദ്ദേഹം നൽകാൻ പാടില്ലായിരുന്നു. അതും രത്നങ്ങൾ പോലെ 2 പുത്രന്മാരുള്ളപ്പോൾ, ലോകം മുഴുവൻ ആരാധിക്കുന്ന അറിവും കഴിവുമുള്ളൊരു മകളുമുള്ളപ്പോൾ. ആ പെൺകുട്ടി ജോൽസ്യന്റെ വീട്ടിൽ കണ്ടവൾ, പുഴക്കരയിൽ സംസാരിച്ചവൾ. അവളുടെ മുഖം ആരുടെ ശായലിലാണ്? ഒരുപക്ഷെ അങ്ങനെ ആകുമോ? ഭ്രാന്തൻ ചിന്തകൾ. ഒരിക്കലും അങ്ങനെ ഒരു സാധ്യതയില്ല. എന്തുകൊണ്ട് സാധ്യതയില്ല? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെപ്പോലൊരു വിഡ്ഢി ഈ ലോകത്ത് വേറെ കാണില്ല. തന്നെപ്പോലൊരു ഭാഗ്യമില്ലാത്തവനും ലങ്ക മുതൽ വിന്ധ്യപർവ്വതം വരെ കീർത്തി കേട്ട ആ രാജകുമാരിയോട് താൻ എങ്ങനെയാണ് പെരുമാറിയത്? ഒരു കാണനെപ്പോലെ. ഇല്ല, അത് അവളാകാൻ വഴിയില്ല. നാളെ എങ്ങനെ ആ മുഖത്ത് നോക്കി രാജകുമാരന്റെ ഓല കൊടുക്കും? ഇങ്ങനെയെല്ലാം ആകാശവും ഭൂമിയും മനസ്സിലിട്ട് അമ്മാനമാടിക്കൊണ്ട് വന്ധ്യത്തേവൻ കാവേരിയുടെ തീരത്തുകൂടി സഞ്ചരിച്ച് തിരുവയ്യാറ്റിലെത്തി. ആ നാടിന്റെ ഐശ്വര്യവും സൗന്ദര്യവും അവന്റെ ഹൃദയം കവർന്നു. അതാണ് തിരുവയ്യാറെന്ന് അവൻ ചോദിച്ചറിഞ്ഞു. ആ പുണ്യസ്ഥലത്തിന്റെ മഹിമയെക്കുറിച്ച് കേട്ടറിഞ്ഞതൊന്നും യാഥാർത്ഥ്യത്തിനു മുന്നിലൊന്നുമല്ലെന്ന് അവന് തോന്നി. ജ്ഞാനസംബന്ധരുടെ തേവാരത്തിലെ വർണ്ണനകൾ അവിടെ അതേപടി കാണാമായിരുന്നു. 300 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാവേരിയുടെ തീരത്ത് മരങ്ങൾ എന്ത് തഴച്ചാണ് വളർന്നു നിൽക്കുന്നത്! പ്ലാവിൽ വലിയ ചക്കകൾ തൂങ്ങിക്കിടക്കുന്നു. ഇതുപോലൊന്ന് തൊണ്ടൈമണ്ഡലത്തിൽ കാണാൻ കഴിയില്ല. ഹോ, ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളിലേക്ക് കുരങ്ങന്മാരെവിടെ നിന്ന് ഓടിയിട്ടും അവ മരച്ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നത് കാണാൻ എന്തു ഭംഗിയാണ്! ജ്ഞാനസംബന്ധർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓർമ്മ വരുന്നു. തിരുവയ്യാറ്റിലെ തെരുവോര അരങ്ങുകളിൽ സ്ത്രീകൾ നൃത്തം ചെയ്യുന്നു. നൃത്തത്തിനൊത്ത് മദ്ദളത്തിന്റെ ശബ്ദം മുഴങ്ങുന്നു. ആ ശബ്ദം കേട്ട് കുരങ്ങന്മാർ അത് മേഘങ്ങളുടെ ഇടിമുഴക്കമാണെന്ന് തെറ്റിദ്ധരിച്ച് മഴ പെയ്യുമോ എന്നറിയാൻ മരങ്ങളുടെ ഏറ്റവും ഉയർന്ന കൊമ്പുകളിൽ കയറി ആകാശത്തേക്ക് നോക്കുന്നു. അദ്ഭുതം! ഇന്നത്തെ കാഴ്ചയ്ക്കും ആ വർണ്ണന എത്രത്തോളം ചേരുന്നു! ഉയർന്ന മരക്കൊമ്പുകളിൽ കുരങ്ങന്മാർ കയറുന്നുണ്ട്. അതുമാത്രമല്ല, നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും മധുരമായ ശബ്ദങ്ങൾ
പട്ടണത്തിൽ നിന്ന് ഒഴുകിവരുന്നുണ്ട്. യാഴും കുഴലും മുഴവും തണ്ണുമയുമെല്ലാം ചേർന്നൊരുക്കുന്ന സംഗീതത്തോടൊപ്പം ചിലങ്കയുടെ ശബ്ദവും കേൾക്കാം. ഇവിടെ നൃത്തം ചെയ്യുന്നവർ കടമ്പൂർ ശംഭുവരയ്യരുടെ മാളികയിൽ കണ്ടവരെപ്പോലെയുള്ളവരല്ല. ആഹാ, ഇവിടെ കേൾക്കുന്നത് എത്ര മനോഹരമായ സംഗീതമാണ്! വടി നീങ്ങവേ വളയണിഞ്ഞ് കൈകൾ നൃത്തമാടവേ, മുട്ടുകൾ പോൽ മുഖങ്ങളിൽ നിന്ന് മീനുകൾ കണക്കെ കണ്ണുകളോടവേ, വില്ലുകൾ കണക്കെ പുരുകങ്ങളാടവേ. ആഹാ, ജ്ഞാനസംബന്ധർ ഒരു വലിയ ശിവഭക്തൻ മാത്രമല്ല, അതിലും വലിയൊരു രസികനായിരുന്നു. അദ്ദേഹം അന്ന് വർണ്ണിച്ചതുപോലെ തന്നെയാണ് ഇന്നും ഈ തിരുവയ്യാർ. ഇങ്ങനെയൊരു നാട്ടിൽ ഒരു ദിവസമെങ്കിലും തങ്ങി ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഇവിടത്തെ ദൈവങ്ങളെയും തൊഴുതിട്ടേ പോകാവൂ. കാവേരിയുടെ തീരത്ത് എത്ര ഭക്തരാണ് അനുഷ്ഠാനങ്ങൾക്കായിരിക്കുന്നത്! അവരുടെ നെറ്റിയിലെ ഭസ്മക്കുളി എന്തു പ്രകാശമാണ് നൽകുന്നത്! ചിലപ്പോൾ നൃത്തസംഗീതത്തിന്റെ ശബ്ദത്തെ മറികടന്ന് നമഃശിവായ മന്ത്രം മുഴുങ്ങിക്കേൾക്കുന്നു. അതാ, ആരോ സംബന്ധരുടെ തേവാരം തന്നെ മധുരമായ ശബ്ദത്തിൽ പാടുന്നു. സംഗീതത്തിനും കലയ്ക്കും വേണ്ടി ഈശ്വരൻ നിർമ്മിച്ചു നാടാണ് ഈ തിരുവയ്യാർ. ഇവിടെ ഒരു ദിവസം തങ്ങിയിട്ടേ താൻ മുന്നോട്ടു പോകുന്നുള്ളൂ. തഞ്ചാവൂരിലേക്ക് തിരക്കിട്ടു പോയിട്ട് എന്ത് കാര്യം? കോട്ടയ്ക്കുള്ളിൽ കടക്കാൻ കഴിയുമോ എന്ന് ആർക്കറിയാം? ഇനി കടന്നാൽ തന്നെ മഹാരാജാവിനെ കാണാൻ സാധിക്കുമോ? അദ്ദേഹത്തെ 2 പഴുവേറ്ററയ്യന്മാരും ചേർന്ന് തടവിലാക്കിയിരിക്കുകയാണെന്നല്ലേ കേൾക്കുന്നത്. എന്തായാലും കാവേരിയുടെ വടക്കേക്കരയിലേക്ക് തന്നെ പോകാം. വന്ധ്യത്തേവൻ ഈ തീരുമാനത്തിലെത്തിയ നിമിഷം ഒരു സംഭവം നടന്നു. പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കാവേരിയുടെ തീരത്തുകൂടി ഒരു പല്ലക്ക് വരുന്നുണ്ടായിരുന്നു. പല്ലക്കിന് മുന്നിലും പിന്നിലുമായി ഏതാനും കാവൽക്കാരുമുണ്ടായിരുന്നു. വന്ധ്യത്തേവന് എന്തോ ഒരു സംശയം തോന്നി. പല്ലക്കരികിലെത്തും വരെ അവൻ അവിടെ തന്നെ കാത്തുനിന്നു. അവൻ വിചാരിച്ചത് ശരിയായിരുന്നു. പല്ലക്കിനെ മൂടിയിരുന്ന തിരശീലയിൽ പനമരത്തിന്റെ ചിഹ്നം കാണാമായിരുന്നു. ഓ, ഇത് കടമ്പൂരിൽ നിന്ന് വരുന്ന പല്ലക്ക് തന്നെ. താൻ കുടന്തി വഴി വന്നപ്പോൾ അവർ മറ്റേതോ വഴിയിരുണ്ട് വന്നിരിക്കുന്നു. പക്ഷേ പഴുവേറ്ററയ്യരെ കാണാനില്ല. അദ്ദേഹം വഴിയിലെവിടെയെങ്കിലും തങ്ങിയിരിക്കണം. പല്ലക്ക് തഞ്ചാവൂർ ദിശയിലേക്ക് തിരിഞ്ഞു. അതോടെ തിരുവയ്യാറ്റിൽ തങ്ങാനുള്ള തന്റെ തീരുമാനം വന്ധ്യത്തേവൻ ഉപേക്ഷിച്ചു. ആ പല്ലക്കിനെ പിന്തുടരാൻ അവൻ ഉറച്ചു. എന്തുദ്ദേശത്തോടെയാണ് ആ തീരുമാനമെടുത്തതെന്ന് ആ നിമിഷം അവന് പോലും വ്യക്തമായിരുന്നില്ല. പല്ലക്കിനുള്ളിലിരിക്കുന്നത് മധുരാന്തകത്തേവരാണെന്ന് അവൻ ഉറപ്പായിരുന്നു. അദ്ദേഹത്തോട് തോന്നിയ വെറുപ്പൊന്നുകൂടി വർദ്ധിച്ചു. എങ്കിലും പല്ലക്കിനെ പിന്തുടർന്നാൽ എന്തെങ്കിലും നല്ല അവസരം കിട്ടിയേക്കാം. പല്ലക്ക് ചുമലുന്നവർ അത് താഴെ വച്ചേക്കാം. എന്തെങ്കിലും കാരണവശാൽ മധുരാന്തകൻ പുറത്തേക്ക് വന്നേക്കാം. ആ സമയത്ത് അദ്ദേഹവുമായി ഒരു പരിചയം സ്ഥാപിക്കാം. അത് തഞ്ചാവൂർ കോട്ടയിൽ പ്രവേശിക്കാനും ചക്രവർത്തിയെ കാണാനും ഉപകരിക്കുകയും ചെയ്യാം. അതിനുവേണ്ടി കുറച്ച് അഭിനയിക്കേണ്ടി വന്നാലും സാരമില്ല. തന്ത്രങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ രാജകാര്യങ്ങൾ എങ്ങനെ വിജയിക്കും? അതുകൊണ്ട് പല്ലക്കും കാവൽക്കാരും മുന്നോട്ടു പോകാൻ അനുവദിച്ചിട്ട് അല്പം പിന്നിലായി വന്ധ്യത്തേവനും യാത്ര തുടർന്നു. പക്ഷേ അവൻ പ്രതീക്ഷിച്ചതുപോലൊരു അവസരം ലഭിച്ചില്ല. കാവേരിക്കും തഞ്ചാവൂരിനുമിടയ്ക്കുള്ള 4 നദികൾ അവർ കടന്നുപോയി. എന്നിട്ടും പല്ലക്ക് താഴെ വെച്ചില്ല. അത് ഒരേ വേഗത്തിൽ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. ദൂരെ തഞ്ചാവൂർ കോട്ടയുടെ മതിലും വാതിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു. പല്ലക്ക് കോട്ടയ്ക്കുള്ളിൽ കടന്നാൽ പിന്നെ തന്റെ ഉദ്ദേശം നടക്കില്ല. അതിനു മുൻപ് ധൈര്യപൂർവ്വം എന്തെങ്കിലും ചെയ്യണം. എന്തു സംഭവിക്കാനാണ്? തന്റെ തല പോകുമോ? പോയാൽ പോകട്ടെ. ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കാതെ ജീവനോടെ മടങ്ങിപ്പോകുന്നതിൽ എന്തർത്ഥം? ഇതിനെല്ലാം പുറമേ മധുരാന്തകത്തേവരോട് വന്ധ്യത്തേവനൊരു ദേഷ്യവുമുണ്ടായിരുന്നു. പല്ലക്കിന്റെ തിരശീല വലിച്ചുകീറി ഉള്ളിലിരിക്കുന്നത് ഒരു സ്ത്രീയല്ല, മീസമുളച്ചൊരു പുരുഷനാണെന്ന് ലോകത്തെ കാണിക്കാൻ അവന്റെ കൈ തരിച്ചു. ഹൃദയം തുടിച്ചു. അതിനൊരു വഴി തേടിയവൻ തീവ്രമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലക്കിനൊപ്പമുണ്ടായിരുന്ന ഒരു കാവൽക്കാരൻ അല്പം പിന്നോട്ട് വന്നു വന്ധ്യത്തേവന് സൂക്ഷിച്ചു നോക്കി. നീ ഹാരാ ചെറുക്ക, തിരുവയ്യാറ്റിൽ നിന്ന് എന്തിനാ ഞങ്ങളെ പിന്തുടരുന്നത്? ഞാൻ നിങ്ങളെ പിന്തുടരില്ലേണ്, തഞ്ചാവൂരിലേക്ക് പോവുകയാണ്. ഈ വഴി തന്നെയല്ലേ തഞ്ചാവൂരിലേക്ക്? ഈ വഴി തഞ്ചാവൂരിലേക്ക് തന്നെയാണ്. പക്ഷേ ഇതിലൂടെ പ്രധാനപ്പെട്ടവർക്ക് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ. മറ്റുള്ളവർക്ക് വേറെ വഴിയുണ്ട്. അങ്ങനെയാണോ? എന്നാൽ ഞാനും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അത് കേട്ട കാവൽക്കാരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, തഞ്ചാവൂരിലേക്ക് എന്തിനാ പോകുന്നത്? എന്റെ ചിറ്റപ്പൻ തഞ്ചാവൂരിലുണ്ട്. അദ്ദേഹത്തിന് അസുഖമാണെന്നറിഞ്ഞ് കാണാൻ പോകുകയാണ്. നിന്റെ ചിറ്റപ്പൻ തഞ്ചാവൂരിൽ എന്തു ചെയ്യുന്നു? കൊട്ടാരത്തിൽ ഉദ്യോഗസ്ഥനാണോ? അല്ലല്ല, സത്രത്തിലെ കാര്യസ്ഥനാണ്. ഓഹോ, അങ്ങനെയാണോ? ശരി, നിനക്ക് ഞങ്ങളുടെ മുന്നിലൂടെ പോയിക്കൂടെ? എന്തിനാ പിന്നാലെ വരുന്നത്? എന്റെ കുതിര ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ നോക്കി വരുന്നതിന് എനിക്ക് എന്ത് സന്തോഷം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്ധ്യത്തേവൻ പല്ലക്കിന്റെ അരികിലെത്തി. ആ നിമിഷം അവന്റെ തലയിലൊരു പായം മിന്നിമറഞ്ഞു. അവൻ കുതിരയുടെ കടിഞ്ഞാൺ വലിച്ചതിനെ പല്ലക്കിന്റെ പിൻഭാഗം ചുമലെന്നുകൊണ്ട് നേരെ തിരിച്ചു. അവർ ഭയത്തോടെ തിരിഞ്ഞു നോക്കി.
ആ നിമിഷം വന്ധ്യത്തേവൻ ഉറക്കെ നിലവിളിച്ചു, മഹാരാജാവേ, മഹാരാജാവേ, പല്ലക്ക് ചുമലുന്നവർ എന്റെ കുതിരയെ ഇടിക്കുന്നു, അയ്യോ രക്ഷിക്കണേ. പല്ലക്കിനെ മൂടിയിരുന്ന തിരശീല ചെറുതായൊന്നിളകി.